ഹലോ മക്കളെ, അപ്പൊ നമ്മള് ജീവൽ പ്രക്രിയകളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ പാഠത്തിന്റെ അകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. എങ്ങനെയാണ് പദാർത്ഥങ്ങൾ കോശത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അതിനകത്ത് ഏതൊക്കെ മെത്തേഡുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഡിഫ്യൂഷൻ പഠിച്ചു, ഓസ്മോസിസ് പഠിച്ചു, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പഠിച്ചു, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പഠിച്ചു അല്ലെ. ഇങ്ങനെ കുറെ മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പോഷകങ്ങളുടെ ഉറവിടം. നമ്മുടെ പോഷകങ്ങൾ അല്ലെ, നമ്മുടെ പോഷകങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, അതിന്റെ ഉറവിടത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഇനി മെറ്റാബോളിസത്തിന് പോഷക ഘടകങ്ങൾ കൂടിയേ തീരും. ജന്തുക്കൾക്ക് ഇവ ലഭിക്കുന്നത് എങ്ങനെയാണ്? സസ്യങ്ങൾക്കോ? എങ്ങനെയാണ് ജന്തുക്കൾക്ക് വേണ്ട പോഷക ഘടകങ്ങൾ കിട്ടുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ആരാണ് ഭക്ഷണം തരുന്നത്? സസ്യങ്ങളാണ് അല്ലെ. സസ്യങ്ങളാണ് നമുക്ക് വേണ്ട ഭക്ഷണം തരുന്നത് അല്ലെ. ആപ്പിള്, മുന്തിരി, അല്ലെങ്കിൽ ചോറ് അല്ലെ, നെല്ല് ഒക്കെ ആരാ തരുന്നത്? സസ്യങ്ങളാണ് തരുന്നത്. ഇനി ഈ സസ്യങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുന്നത്? സസ്യങ്ങൾക്ക് അവര് ജന്തുക്കളെ ഡിപ്പെൻഡ് ചെയ്യാണോ ചെയ്യുന്നത്? അല്ല, അവർക്ക് വേണ്ട ആഹാരം അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കും അല്ലെ. അവർക്ക് വേണ്ട ആഹാരം അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജന്തുക്കൾ എന്ത് ചെയ്യും? സസ്യങ്ങളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇനിയിപ്പം ചില ആൾക്കാർ പറയും, ഞാൻ സസ്യങ്ങളെ ഒന്നും അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നോൺ വെജ് ആണ്, എനിക്ക് ബീഫും ചിക്കനും ഒക്കെ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ കോഴിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആടൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്താണ് അവര് കഴിക്കുന്നത്? അവരെന്താ കഴിക്കുന്നത്? അവര് സസ്യങ്ങൾ കഴിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പുല്ല് തിന്നുന്ന അല്ലെങ്കിൽ പ്ലാവില തിന്നുന്ന ആടിനെയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെ. അപ്പം സസ്യങ്ങളെ ഭക്ഷിക്കുന്ന ജന്തുക്കളെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സസ്യങ്ങളിലേക്ക് പോകുകയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ സസ്യങ്ങളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതെ. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. എല്ലാ മക്കൾക്കും അറിയുന്ന വാക്കാണ് അല്ലെ. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നു അല്ലെ. അവർക്ക് വേണ്ട ആഹാരം അവരുടെ ഇലകളിൽ അല്ലെ, സസ്യങ്ങളുടെ ഇലകളിലാണ് എന്ത് സംഭവിക്കുന്നത്? ആഹാരം പാകം ചെയ്യുന്നത്. ആ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം. എന്താ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നു. എങ്ങനെ? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് എന്തില്? ക്ലോറോഫിലിൽ വെച്ച് നടക്കുന്ന എന്താണ് പ്രക്രിയയാണ് എന്ത് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അല്ലേ. ശരിയല്ലേ? ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ. അവയ്ക്കും പ്രോകാരിയോട്ടുകളായിട്ടുള്ള, പ്രോകാരിയോട്ടും യൂകാരിയോട്ടും ഉണ്ട്. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ന്യൂക്ലിയസ് അല്ലെ, എന്താ കപടമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആയിട്ടായിരിക്കും പ്രോകാരിയോട്ടുകൾക്ക് ഉണ്ടാവുക. യൂകാരിയോട്ടുകൾക്ക് ഉണ്ടാവുക ഒറിജിനൽ ആയിട്ടുള്ള കറക്റ്റ് യഥാർത്ഥത്തിലുള്ള ന്യൂക്ലിയസ് ആയിരിക്കും. അപ്പം കപടമായിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറയാം. അപ്പം പ്രോകാരിയോട്ടുകളായിട്ടുള്ള ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. അപ്പം ആൽഗകൾക്കാണെങ്കിലും ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കൊക്കെ പോഷകങ്ങൾ ലഭ്യമാവുന്നത് അവര് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നതാണ്? ഫുഡ് ഉണ്ടാക്കുന്നതാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ. ഇനി നമ്മള് പ്രകാശ സംശ്ലേഷണം പഠിക്കാൻ പോവാം. ഓക്കെ, പ്രകാശ സംശ്ലേഷണം എന്താണ്, എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു പോർഷൻ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ശ്രദ്ധയോട് വേണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മള് ഇവിടെ ഒരു ലീഫ് കാണുന്നുണ്ട് അല്ലെ, ഒരു ഇലയാണിത്. ഓക്കെ, ഒരു ലീഫ്. ഈ ലീഫ് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയ സമയത്ത് ഈ ലീഫ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ ഇല എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കോശങ്ങൾ വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എനിക്ക് ഇലയിലെ കോശങ്ങൾ കാണാൻ ഭയങ്കര ആഗ്രഹമായി. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് ഇല ഉണ്ടാക്കിയിട്ടുള്ള കോശങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. ഓക്കെ, അപ്പം ഈ ഇല ഉണ്ടാക്കിയിട്ടുള്ള കോശങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതിൽ തന്നെയും മേലേ ഭാഗത്ത് നിങ്ങൾ കാണുന്നില്ലേ ഇങ്ങനെ ഒരു ഷേപ്പില് ഒരു കോശം കാണുന്നില്ലേ? കുറെ കോശങ്ങള് ഇവിടെയും നിങ്ങൾ കോശങ്ങൾ കാണുന്നുണ്ട് അല്ലെ.
അപ്പൊ മേലെയും താഴെയുമായിട്ട് ആരുണ്ട്? ഉപരിവൃതി കോശങ്ങളുണ്ട്. ആരുണ്ട്? ഉപരിവൃതി കോശങ്ങൾ. മേലെയും താഴെയുമായിട്ട് അപ്പർ ആൻഡ് ലോവർ അല്ലെ, അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? ഉപരിവൃതി കോശങ്ങൾ ഉണ്ട് മേലെയും താഴെയും. അപ്പൊ രണ്ട് തരത്തിലുള്ള കോശങ്ങളാണ് ഈ ഒരു ഇല നോക്കിയപ്പോ എനിക്ക് കാണാൻ പറ്റിയത്. ഉപരിവൃതി കോശങ്ങളുമുണ്ട്, മീസോഫിൽ കോശങ്ങളുമുണ്ട്. ഉപരിവൃതി കോശങ്ങളുമുണ്ട്, മീസോഫിൽ കോശങ്ങളുമുണ്ട്. ഈ ഉപരിവൃതി കോശങ്ങൾ എന്ന് പറഞ്ഞാല് രണ്ട് സൈഡിൽ അല്ലെ, മേലെയും താഴെയുമുള്ള കോശത്തിനെയാണ് ഉപരിവൃതി കോശങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളില് രണ്ട് പാലിസൈഡ് ടിഷ്യൂവും ഉണ്ട്, സ്പോഞ്ചി കോശങ്ങളുമുണ്ട്. രണ്ടും പാരൻകൈമ. പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ എന്നാ പറയാ. അതിന്റെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മീസോഫിൽ കോശങ്ങൾ. അപ്പൊ ഈ വട്ടത്തിലുള്ള സാധനവും ഉണ്ട്, ഈ ഇങ്ങനെ നീണ്ടിട്ടുള്ള സാധനവും എന്താണ്? നീണ്ടിട്ടുള്ള കോശങ്ങളും എന്താണ്? മീസോഫിൽ കോശങ്ങളാണ്. അപ്പുറത്ത് മേലെയും താഴെയുമുള്ള കോശങ്ങളാണ് ഉപരിവൃതി കോശങ്ങൾ. കുറച്ച് നീണ്ടിട്ടുള്ള കോശങ്ങളും കുറച്ച് വട്ടത്തിലുള്ള കോശങ്ങളുമാണ് മീസോഫിൽ കോശങ്ങൾ. അപ്പം ഉപരിവൃതി കോശങ്ങളും മീസോഫിൽ കോശങ്ങളും. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ഈ ഉപരിവൃതി കോശത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരാളെ കണ്ടോടാ. ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പില് ആരുണ്ട്? അടിയിലായിട്ട്, ഈ ഉപരിവൃതി കോശത്തിന്റെ അടിയിലായിട്ട് ആരുണ്ട്? സ്റ്റൊമാറ്റ ഉണ്ട്. സ്റ്റൊമാറ്റ കാണുന്നില്ലേ നിങ്ങള്? യെസ്. സ്റ്റൊമാറ്റ എന്തിനു വേണ്ടിയിട്ടാ ഹെൽപ്പ് ചെയ്യുന്ന മക്കളെ? സ്റ്റൊമാറ്റ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിട്ട് അല്ലെ. ഇത് സ്റ്റൊമാറ്റയാണ് അല്ലെ, ഇതൊരു സ്റ്റൊമാറ്റയാണ് അല്ലെ. ഇതിനെ നമ്മൾ ഗാർഡ് സെൽ എന്നാ പറയാ. ഇതിന്റെ ഉള്ളിൽ സ്റ്റൊമാറ്റൽ പോർ ഉണ്ട് അല്ലെ. ഇവിടെ സ്റ്റൊമാറ്റയുടെ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരത്തിൽ വഴിയാണ് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുകയും അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാതക വിനിമയം നടക്കുന്നത് അല്ലെ. ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, വാതക വിനിമയം നടക്കാൻ വേണ്ടിയിട്ട് ചെടികളിൽ എന്തുണ്ട്? ഉപരിവൃതി കോശങ്ങൾക്ക് താഴത്തെ ഉപരിവൃതി കോശത്തിൽ എന്തുണ്ട്? സ്റ്റൊമാറ്റ ഉണ്ട്. ക്ലിയർ? യെസ്. ഇനി നമ്മള് മീസോഫിൽ സെല്ലുകൾ കണ്ടു അല്ലെ. ഇതൊക്കെ മീസോഫിൽ സെല്ലാണ്. ഈ മീസോഫിൽ സെല്ലിന്റെ മുകളിൽ പച്ച കളറില് ഡോട്ട് കുത്തായിട്ട് കാണുന്ന സംഭവമില്ലേ? പച്ച കളറില് കുത്തായിട്ട് കാണുന്ന സംഭവമുണ്ട്. അതാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ്. അപ്പം ഈ ഒരു പച്ച കളറുള്ള കുത്തിനെയാണ് നമ്മൾ വലുതാക്കി ഇവിടെ കാണിച്ചത്. ഓക്കെ, അപ്പൊ നമ്മള് വരച്ചിട്ടുള്ളത് എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്. ഇവിടെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പം ഇലയുണ്ട്, ഈ ലീഫിന് രണ്ട് ലെയേഴ്സ് ഉണ്ട്, അപ്പർ ആൻഡ് ലോവർ ആയിട്ട്. ഉപരിവൃതി കോശങ്ങളുണ്ട്, ഉള്ളില് മീസോഫിൽ കോശങ്ങളുണ്ട്. മീസോഫിൽ കോശത്തില് നമ്മൾ നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പച്ച കളറിൽ കുത്തായിട്ട് കാണാൻ പറ്റും. അതാണ് ക്ലോറോപ്ലാസ്റ്റ്. ആ ക്ലോറോപ്ലാസ്റ്റിനെ മാത്രമായിട്ട് നമ്മൾ ഇനി നോക്കാൻ പോവാം. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളില് എന്താണുള്ളതെന്ന് നമുക്ക് ഭയങ്കര കൗതുകം. അപ്പൊ നമ്മൾ നോക്കാൻ പോവാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളില് എന്താണുള്ളതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, സോ ക്ലോറോപ്ലാസ്റ്റിന് രണ്ട് കവറിങ് ഉണ്ട്, രണ്ട് സ്തരങ്ങളുണ്ട്. ഒരു സ്തരം എന്ന് പറയുന്നത് ബാഹ്യസ്തരം, പുറത്തുള്ള സ്തരം. വേറൊരു സ്ഥലമുണ്ട്, അതാണ് ആന്തരസ്തരം. അപ്പൊ രണ്ട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് സ്ഥലങ്ങള് വേറെ കളറിൽ കാണിച്ചു തരണോ? സ്ഥലങ്ങള് പുറത്തൊരു സ്ഥലവുമുണ്ട്, ഉള്ളില് വേറൊരു സ്ഥലവുമുണ്ട്. അപ്പം രണ്ട് സ്ഥലങ്ങളുണ്ട് ക്ലോറോപ്ലാസ്റ്റിന്. ബാഹ്യസ്തരവുമുണ്ട്, ആന്തരസ്തരവുമുണ്ട്. ക്ലിയർ? യെസ്. പിന്നെ നിങ്ങൾ ക്ലോറോപ്ലാസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ നാണയങ്ങൾ അല്ലെ, 5 രൂപ നാണയങ്ങൾ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ച പോലെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ. 5 രൂപ നാണയം ഇങ്ങനെ അടുക്കി കോയിൻ ആക്കി വെച്ച, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പൊ ദോശ ചുട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പൊറോട്ട വെച്ചിട്ടുള്ള പോലെ അടുക്കി കോയിൻ അടുക്കി വെച്ച പോലെ കുറച്ച് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അതിനെ നമ്മള് വിളിക്കണ പേരാണ്, എന്താ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാന. എന്താ വിളിക്കുക? ഗ്രാന. അപ്പം നാണയങ്ങള് അടുക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഗ്രാന. ഈ ഗ്രാനയില് ഒരു നാണയം, ഒരൊറ്റ നാണയം മാത്രം, ഒരൊറ്റ
ഒന്നിനെ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ അതിനെ ഗ്രാന എന്നല്ല വിളിക്കുക. എന്താ വിളിക്കുക? തൈലക്കോയിഡ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? തൈലക്കോയിഡ്. ഓക്കെ. അപ്പം ഗ്രാന എന്ന് പറഞ്ഞാൽ ഈ ഒരു അട്ടീനെയാണ് ഗ്രാന എന്ന് പറയാ. ആൻഡ് അതിനകത്ത് ഒരെണ്ണത്തിനാണ് എന്ത് പറയാ? തൈലക്കോയിഡ് എന്ന് പറയാം. ഓക്കെ, തൈലക്കോയിഡ്. ഇനി ഈ മഞ്ഞ കളറിൽ അല്ലെ, പുറത്തുള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കണ പേരാണ്, ഈ മഞ്ഞ കളറിൽ ഈ ഗ്രാന കഴിഞ്ഞിട്ടുള്ള റിമൈനിങ് ആയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ വിളിക്കണ പേരാണ് എന്താ വിളിക്കുക? സ്ട്രോമ എന്നാ വിളിക്കുക. ഓക്കെ, സ്ട്രോമ. അപ്പം ഗ്രാനയും പഠിച്ചു, സ്ട്രോമയും പഠിച്ചു. ഈ സ്ട്രോമയിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണേ മഞ്ഞ കളറിലുള്ള പോർഷനാണ് സ്ട്രോമ. അത് ഒരു വെള്ളം പോലെയാ, ദ്രാവക അവസ്ഥയിൽ കാണുന്ന ഒരു ദ്രാവക ഭാഗമാണ് എന്ത്? സ്ട്രോമ. അപ്പം വെള്ളം പോലെയുള്ള ഒരു ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവകം പോലെയുള്ള ഒരു സാധനമാണ് എന്ത്? സ്ട്രോമ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഓരോ ഗ്രാനയെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനാണ് എന്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രോമ ലാമെല്ല. എന്താ പറയാ? സ്ട്രോമ ലാമെല്ല. ഓക്കെ, സ്ട്രോമയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാനകളെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനാ പറയുന്ന പേരാണ് സ്ട്രോമ ലാമെല്ല. അപ്പൊ എല്ലാം നമ്മൾ പഠിച്ചോ? തൈലക്കോയിഡ് പറഞ്ഞു, ഗ്രാന പറഞ്ഞു. ഈ ഗ്രാനയിലാണ് എന്ത് കാണുന്നത്? ക്ലോറോഫിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലോറോപ്ലാസ്റ്റ് ആണോ? ഇതിൽ ഗ്രാനയുടെ മോൾ എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. ക്ലോറോഫിൽ ക്ലിയർ ആണോ? നമുക്ക് ഒന്നും കൂടെ ഈ പിക്ചർ ഒന്ന് മാറ്റി വരച്ചു നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് ആണ് വരയ്ക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഈ ക്ലോറോപ്ലാസ്റ്റിന് എന്തുണ്ടെന്ന് പറഞ്ഞു നമ്മള്? ഇരട്ട സ്ഥലമുണ്ട് അല്ലെ. ബാഹ്യസ്ഥലമുണ്ട്, ആന്തരസ്ഥലവുമുണ്ട് അല്ലെ. രണ്ട് സ്ഥലം ഞാൻ വരച്ചു. ബാഹ്യസ്ഥലവും വരച്ചു, ആന്തരസ്ഥലവും വരച്ചു. ഇനി ബാഹ്യസ്ഥലവും ആന്തരസ്ഥലവും നമ്മൾ പിക്ചർ നോക്കിയേ നിങ്ങൾ. ആന്തരസ്ഥലവും ഉണ്ട്, ബാഹ്യസ്ഥലവും ഉണ്ട് അല്ലെ. അതേപോലെ ഞാൻ ഒരു ആന്തരസ്ഥലവും വരച്ചു, ബാഹ്യസ്ഥലവും വരച്ചു. ഓക്കെ, ഇതാണ് ബാഹ്യസ്ഥലം, ഇതാണ് ആന്തരസ്ഥലം. ഓക്കെ, ഇനി ഇത് ക്ലോറോപ്ലാസ്റ്റ് അല്ലേ മക്കളെ? ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട് എന്നാ പറഞ്ഞത്? നാണയങ്ങൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അല്ലെ. കുറെ നാണയങ്ങളെ പോലെയുള്ള സാധനങ്ങള് അടുക്കി 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 വെച്ചിട്ടുണ്ട് അല്ലേ? യെസ്. ഇപ്പൊ കുറെ നാണയങ്ങളെ പോലെയുള്ള സാധനങ്ങള്, ഞാൻ കുറെ നാണയങ്ങളെ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചെണ്ണേ വരയ്ക്കുന്നുള്ളൂ. ഇങ്ങനെ നാണയം അടുക്കി അടുക്കി വെച്ച പോലെ വിളിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? ഇതാണ് ഗ്രാൻ അല്ലെ, ഗ്രാൻ. ഓക്കെ, അപ്പം ഈ ഒരൊറ്റ അടുക്കിനെ വിളിക്കുന്ന പേരാണ് ഗ്രാന. അതിനകത്ത് ഒരെണ്ണം മാത്രമാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഒറ്റ ഒരെണ്ണമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? ഒരൊറ്റ ഒന്നിനാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുന്നേ? തൈലക്കോയിഡ് എന്നല്ലേ വിളിക്കുന്നേ? ഓക്കെ, ഒരൊറ്റ ഒന്നാണെന്നുണ്ടെങ്കിൽ അതിനെ തൈലക്കോയിഡ് എന്നാണ് വിളിക്കുക. ഇനി നമ്മള് ഈ ഒരു ഗ്രാനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. കുറെ ഗ്രാനകളെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാനനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ട് ചെയ്തതിനെ നമ്മൾ വിളിക്കണ പേരാണ് സ്ട്രോമ ലാമെല്ല. എന്താ വിളിക്കുക? സ്ട്രോമ ലാമെല്ല. ആൻഡ് ഇവിടെ എന്തുണ്ട്? ദ്രാവക അവസ്ഥയിൽ കാണുന്ന റിമൈനിങ് ആയിട്ടുള്ള ബാക്കിയുള്ള സ്ഥലം ഒരു ദ്രാവക അവസ്ഥയിൽ കാണുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ അല്ലെ. സ്ട്രോമ. ഇതിൽ തന്നെയും ഈ ഗ്രാനയിലാണ് ആരുള്ളത്? പച്ച കളർ കണ്ടേ നിങ്ങള്? ഗ്രാനയിലാണ് ആരുള്ളത്? ക്ലോറോഫിൽ ഉള്ളത് അല്ലെ. ഇതിലാണ് എന്തുള്ളത്? ക്ലോറോഫിൽ ഉള്ളത്. ഗ്രാനയിലാണ് എന്തുള്ളത്? ക്ലോറോഫിൽ ഉള്ളത്. അപ്പം ഇതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. സിമ്പിൾ ആയിട്ട് വരച്ച് കാണിച്ചതാണ്. എന്തൊക്കെയുള്ളത്? ഒരു ബാഹ്യസ്ഥലമുണ്ട്, ഒരു ആന്തരസ്ഥലമുണ്ട്, അതിനുള്ളില് നാണയങ്ങൾ അടുക്കി വെച്ച പോലെ എന്തുണ്ട്? ഗ്രാനയുണ്ട്. അതിനകത്ത് ഒരൊറ്റ ഒന്നാണെങ്കിൽ ഒരൊറ്റ നാണയം പോലെയുള്ളതിനെ നമ്മൾ തൈലക്കോയിഡ് എന്നാണ് വിളിക്കുന്നത്.
പുറത്തുള്ള ദ്രവഭാഗം അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള ഭാഗത്തിനെ നമ്മൾ സ്ട്രോമ എന്നാണ് വിളിക്കുന്നത്. ഇതിനിടയ്ക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്യുന്നുണ്ട്. ഗ്രാനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? സ്ട്രോമ ലാമെല്ല എന്നാണ് വിളിക്കുന്നത്. ഇത്രയുമാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടന എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? യെസ്. ഇനി നമുക്ക് ഈ ഒരു ക്ലോറോപ്ലാസ്റ്റില് എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രകാശ സംശ്ലേഷണം. ഓക്കെ, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളുണ്ട്. 2 സ്റ്റേജസ് ആയിട്ടാണ് പ്രകാശഘട്ടം നടക്കുന്നത്. ഏതൊക്കെയാണ് ആ 2 ഘട്ടം എന്നറിയോ? ഏതൊക്കെയാണ് ആ 2 ഘട്ടം എന്നറിയോ? ഒന്ന് പ്രകാശഘട്ടം. പ്രകാശഘട്ടം. രണ്ടാമത്തെ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം. ഓക്കെ, അപ്പൊ പ്രകാശഘട്ടവുമുണ്ട് ഇരുണ്ട ഘട്ടവുമുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളുണ്ട്. പ്രകാശഘട്ടവുമുണ്ട് ഇരുണ്ട ഘട്ടവുമുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രകാശഘട്ടത്തിന് എന്താവശ്യമുണ്ട്? പ്രകാശം ആവശ്യമുണ്ട്. ഇരുണ്ട ഘട്ടത്തിന് എന്താവശ്യമില്ല? പ്രകാശം ആവശ്യമില്ല. പ്രകാശഘട്ടത്തിന് പ്രകാശം ആവശ്യമുണ്ട്, ഇരുണ്ട ഘട്ടത്തിന് പ്രകാശം ആവശ്യമില്ല. അത് വെച്ചിട്ടാണ് ഇത് പേരിട്ടിട്ടുള്ളത്, പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. ക്ലിയർ? യെസ്. അപ്പം ഇതാണ് ഇവിടെയാണ്, ഇത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ആണ് അല്ലെ? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഈ ചിത്രം നിങ്ങൾ നോക്കിക്കേ. നിങ്ങൾക്കൊരു ബാഹ്യസ്തരം കാണാം, ഒരു ആന്തരസ്തരം കാണാം. അടുക്കി വെച്ചിട്ടുള്ള ആരെ കാണാം? ഗ്രാനയെ കാണാം അല്ലെ? ഇതിനെന്താ പറയാ? നാണയങ്ങൾ അടുക്കി വെച്ചതിന് എന്താ പറയാ? ഗ്രാന എന്ന് പറയും. ഈ പുറമേ ഭാഗത്തിന് നമ്മൾ എന്താ പറയാ? സ്ട്രോമ എന്ന് പറയും അല്ലേ? ആൻഡ് നമുക്ക് വേണ്ട സൂര്യപ്രകാശം എവിടേക്ക് വരും? ഗ്രാനയിൽ ആരുണ്ട്? ക്ലോറോഫിൽ ഉണ്ട് അല്ലെ? ക്ലോറോഫിൽ ഉണ്ട്. ഈ സൂര്യപ്രകാശത്തിന് ആരെടുക്കും? ക്ലോറോഫിൽ അല്ലെ? നമ്മൾ കണ്ടു പച്ച കളറില് നേരത്തെ കണ്ടു അല്ലെ? ആ ക്ലോറോഫിൽ എന്ത് ചെയ്യും? സൂര്യപ്രകാശത്തിന് ആഗിരണം ചെയ്യും. എന്നിട്ട് പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജലം വേണ്ടേ? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നതാണ്? സസ്യങ്ങൾ ആഹാരം ചെയ്യുന്ന പ്രക്രിയയാണ്. ക്ലോറോഫിലിൽ വെച്ചിട്ട് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അല്ലെ? അപ്പം ആര് വേണം? കാർബൺ ഡൈ ഓക്സൈഡും വേണം, ജലവും വേണം. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാ കിട്ടുന്ന സസ്യങ്ങൾക്ക്? കാർബൺ ഡൈ ഓക്സൈഡ് യെസ്, നമ്മൾ കണ്ടു അല്ലെ? ഉപരിവൃതി കോശങ്ങളിൽ ആരുണ്ടായിരുന്നു? സ്റ്റൊമാറ്റ ഉണ്ടായിരുന്നു അല്ലെ? ഈ സ്റ്റൊമാറ്റ വഴി എന്ത് ചെയ്യും? വാതക വിനിമയം നടക്കും. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് അതുവഴി സസ്യങ്ങൾക്ക് കിട്ടും അല്ലെ? ഇനി ജലം. ഈ ജലവും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അല്ലെ? വാട്ടർ എന്ന് പറഞ്ഞാൽ H2O അല്ലേ മക്കളെ? ജലം എന്ന് പറഞ്ഞാൽ H2O അല്ലേ? അതിനകത്ത് ആരാളുള്ളത്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട് അല്ലെ? അപ്പം ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ ജലം എന്ത് ചെയ്യും? വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറും. ഈ ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. ഓക്കെ, ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. ബാക്കി ആര് ഫോം ചെയ്തിട്ടുണ്ട്? ഹൈഡ്രജൻ അയോൺ അല്ലെ? ഹൈഡ്രജൻ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രോമയിലേക്ക് എൻ്റർ ചെയ്യും. നിങ്ങൾ കാണുന്നില്ലേ ഈ ഹൈഡ്രജനെ? അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഇത് പ്രകാശഘട്ടമാണ് ഞാനിപ്പോ പറയുന്നത്. ഇരുണ്ട ഘട്ടം നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പൊ പ്രകാശഘട്ടത്തില് സൂര്യപ്രകാശം ആവശ്യമുണ്ട്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ക്ലോറോഫിലിൽ വെച്ചിട്ട് അല്ലെ? ഗ്രാനയിൽ എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. ക്ലോറോഫിൽ വെച്ചിട്ട് ജലം വിഘടിച്ചിട്ട് എന്തായിട്ട് മാറും? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. എന്നിട്ട് ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളും. ഓക്സിജൻ എങ്ങോട്ടേക്ക്? ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളും. ഹൈഡ്രജൻ എങ്ങോട്ടേക്ക് എൻ്റർ ആവും? സ്ട്രോമയിലേക്ക് എൻ്റർ ആവും. ഈ സ്ട്രോമയില് പിന്നെ ATP നമ്മൾ നേരത്തെയും കണ്ടു അല്ലെ? ATP എന്തായിരുന്നു മക്കളെ? ATP എന്തായിരുന്നു? അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് അല്ലെ? അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആണ് ATP. ഈ ATPയും കൂടെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം ഹൈഡ്രജനും ATPയും കൂടെ സ്ട്രോമയിൽ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഓക്കെ, ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഇതാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പം പ്രകാശഘട്ടവും ഉണ്ട്, ഇരുണ്ട ഘട്ടവും ഉണ്ട്. അപ്പം ഇവിടെ ഗ്ലൂക്കോസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുണ്ട ഘട്ടത്തില് എന്ത് യൂസ് ചെയ്തോ? പ്രകാശം യൂസ് ചെയ്തോ?
പ്രകാശം ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല. അപ്പം പ്രകാശം ആവശ്യമുള്ള ഘട്ടത്തിനെ പ്രകാശഘട്ടം എന്ന് പറയും. പ്രകാശം ആവശ്യമില്ലാത്ത ഘട്ടത്തിന് എന്താ പറയാ? ഇരുണ്ട ഘട്ടം എന്ന് പറയും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് പ്രകാശ സംശ്ലേഷണം ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു ടേബിളില് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാ പഠിച്ചിട്ടുള്ളതെന്ന്. ഓക്കെ. അപ്പൊ പ്രകാശ സംശ്ലേഷണം 2 ഘട്ടം, പ്രകാശഘട്ടവും ഉണ്ട്, ഇരുണ്ട ഘട്ടവും ഉണ്ട്. പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ് അല്ലെ? നമ്മൾ പിക്ചറിൽ കണ്ടു. ഈ ഗ്രാനയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? പ്രകാശഘട്ടം അല്ലെ? സൂര്യപ്രകാശം എങ്ങോട്ടേക്കാ വരുന്നത്? ഗ്രാനയിലേക്കല്ലേ എടുക്കുന്നത്? അപ്പൊ പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണ്? ഗ്രാനയിൽ വെച്ചിട്ടാണ് പ്രകാശഘട്ടം നടക്കുന്നത്. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. നമ്മൾ കണ്ടു അല്ലെ? എന്താ കണ്ടത്? പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം എൻ്റർ ചെയ്യുന്നുണ്ട്. ഈ ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഉണ്ടാവും, ഓക്സിജനും ഉണ്ടാവും. ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. ഹൈഡ്രജൻ നെക്സ്റ്റ് ഇരുണ്ട ഘട്ടത്തിലേക്ക് പോകും അല്ലെ? പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. എന്നിട്ട് ഓക്സിജൻ എന്ത് ചെയ്യും? ഓക്സിജൻ പുറന്തള്ളുന്നു. ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. ആൻഡ് ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തും. ഹൈഡ്രജൻ എന്ത് ചെയ്യും? സ്ട്രോമയിലേക്ക് എത്തും. നമ്മൾ കണ്ടു എന്ത് ചെയ്തു? പ്രകാശ സംശ്ലേഷണത്തില് പ്രകാശഘട്ടത്തില് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറി. ഓക്സിജൻ എന്ത് ചെയ്തു? പുറന്തള്ളി. ഹൈഡ്രജൻ സ്ട്രോമ, ഈ ഭാഗം ദ്രാവക രൂപത്തിലുള്ള ഈ ഭാഗത്തിന് എന്താ പറയാ? സ്ട്രോമ. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്തു? സ്ട്രോമയിലേക്ക് പോകുന്നു. ഊർജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ATP ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? ATPയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രോമയിലേക്ക് പോകുന്നുണ്ട്. ഇരുണ്ട ഘട്ടത്തിൽ നമുക്ക് വേണം. ഓക്കെ. അപ്പം ഇതാണ് പ്രകാശഘട്ടം. നിങ്ങൾക്ക് പ്രകാശഘട്ടം ക്ലിയർ ആയോ? പ്രകാശഘട്ടം ക്ലിയർ ആയോ? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. ഓക്സിജൻ പുറം തള്ളുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് കടക്കുന്നു. ഊർജ തന്മാത്രയായ ATP മോളിക്യൂളുകൾ ഉണ്ടാകുന്നു. ഓക്കെ. ഗ്രാനയിൽ വെച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രകാശഘട്ടം നടക്കുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഇരുണ്ട ഘട്ടം. ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. അപ്പം ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു. പ്രകാശം ഉപയോഗിക്കുന്നില്ല. നമുക്ക് പ്രകാശം ആവശ്യമുണ്ടോ ഇരുണ്ട ഘട്ടത്തില്? ഇല്ല അല്ലെ? അതുകൊണ്ടാണ് ഈ ഘട്ടത്തിനെ ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത്. പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഈ ഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രജനവും ഊർജവും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ ഇരുണ്ട ഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രജൻ വേണം അല്ലെ? ഊർജം വേണം. ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നത്? ഇതാ ഹൈഡ്രജനും കിട്ടുന്നുണ്ട്, ATP ഊർജത്തിന്റെ സ്രോതസ്സായിട്ടുള്ള ATP എവിടുന്നാ കിട്ടുന്നത്? പ്രകാശഘട്ടത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രജനും ATPയും പ്രകാശഘട്ടത്തിൽ നിന്നും ലഭിക്കുന്നു. എന്നിട്ടോ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ? ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് ഈ ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് ആര് ഫോം ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് 2 ഘട്ടം. പ്രകാശ സംശ്ലേഷണത്തിന്റെ 2 ഘട്ടങ്ങളാണ് നമ്മൾ പഠിച്ചത്. പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. ക്ലിയർ ആണോ മക്കൾക്ക്? പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും ക്ലിയർ ആണോ? യെസ്. അപ്പം പ്രകാശഘട്ടം എന്ന് പറഞ്ഞാല് ഗ്രാനയിൽ നടക്കുന്നതാണ്. ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ നടക്കുന്നതാണ്. ഗ്രാനയിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നുണ്ട്. ആ ഓക്സിജൻ പുറം തള്ളുന്നു. ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രോമയിലേക്ക് കടക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഊർജ തന്മാത്രയായ ATP രൂപപ്പെടുന്നു. ഇനി ഇരുണ്ട ഘട്ടത്തില് സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു. ഈ ഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രജനും ATPയും പ്രകാശഘട്ടത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഹൈഡ്രജനെ ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. സസ്യങ്ങൾ ഗ്ലൂക്കോസ് അല്ലേ ഉണ്ടാക്കുന്നത്? സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലൂക്കോസ് ഉണ്ടാക്കുക എന്നാണ് അതിനർത്ഥം. അതാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ആൻഡ് ഊർജ തന്മാത്രയും ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പം ഇതാണ് ഈ ഘട്ടത്തിന്, ഇരുണ്ട ഘട്ടത്തിന് പ്രകാശം ആവശ്യമില്ല. അപ്പൊ ഇതാണ് പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും തമ്മിലുള്ള വ്യത്യാസം.
വ്യത്യാസം. സോ മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഓക്കെ, മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ഒരാളാണ്. ഇദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചു. അപ്പം ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്ന് വിശദീകരിച്ചതിന് ഇദ്ദേഹത്തിന് 1961 നോബൽ പ്രൈസ് കിട്ടി. അപ്പം ഇരുണ്ട ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ഒരു പ്രവർത്തനം അല്ലെ? ആ പ്രവർത്തനം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേരെന്താ? മെൽവിൻ കാൽവിൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിനെ കാൽവിൻ ഘട്ടം അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അപ്പം അതാണ് മെൽവിൻ കാൽവിൻ. അപ്പം എന്താ നമ്മൾ പഠിച്ചത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ക്ലോറോഫിൽ അല്ലെ, ഇലയിലാണ് ക്ലോറോഫിൽ ഉള്ളത്, ഗ്രാനയിലും സ്ട്രോമയിലും അല്ലെ. ക്ലോറോഫിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും അല്ലെ, ജലവും വേണ്ടേ? ജലം ഏത് വഴിയാ വരിക? ജലം റൂട്ട് വഴി എടുക്കും അല്ലെ. പ്ലാന്റിന്റെ വേരിലൂടെ അല്ലേ ജലം എടുക്കുക സസ്യങ്ങള്? അപ്പൊ വേരുണ്ട് ഇവിടെ, ഈ വേര് വഴി ജലം എടുത്തിട്ട് എന്ത് ഫോം ചെയ്യും? ഗ്ലൂക്കോസ് ഫോം ചെയ്യും അല്ലെ. ഗ്ലൂക്കോസ് ഉണ്ടാവുകയും ചെയ്യും, ഓക്സിജൻ എന്ത് ചെയ്യും? പുറന്തള്ളുകയും ചെയ്യും. അപ്പൊ പ്ലാന്റ് പ്രകാശ സംശ്ലേഷണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും ഗുണമാണ് അല്ലെ. നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ പ്ലാന്റ് അങ്ങനെ തരുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ആര് തരുന്നുണ്ട്? പ്ലാന്റ്സ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പ്ലാന്റ്സിന് ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ പ്ലാന്റുകൾ നട്ടു വളർത്താൻ പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനും പ്ലാന്റ്സ് തരുന്നുണ്ട്. പിന്നെയോ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ആര് തരുന്നുണ്ട്? പ്ലാന്റ് തരുന്നുണ്ട് ത്രൂ പ്രകാശ സംശ്ലേഷണം. അപ്പം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയാ? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പം പ്രകാശ സംശ്ലേഷണത്തിന്റെ കെമിക്കൽ ഇക്വേഷൻ അല്ലെ, രാസ സമവാക്യമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ, H2O എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ. C6H12O6 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കണ്ടിട്ട് പേടിക്കണ്ട, അതെന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഓക്സിജൻ അല്ലെ, ഓക്സിജൻ ആണ്. O2 എന്ന് പറഞ്ഞാല് ഓക്സിജൻ. അപ്പം എന്താ രാസസമവാക്യം എങ്ങനെയാ എഴുതുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, 6CO2 പ്ലസ് ജലം വേണം അല്ലെ, 6H2O. കാർബൺ ഡൈ ഓക്സൈഡും ജലവും മാത്രം മതിയോ? ആരൊക്കെ വേണം? സൺലൈറ്റ് വേണം അല്ലെ, സൂര്യപ്രകാശം വേണം. സൂര്യപ്രകാശം വേണം. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ക്ലോറോഫിൽ അല്ലെ, ക്ലോറോഫിൽ. അപ്പം അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു രാസസമവാക്യത്തിൽ. സൂര്യപ്രകാശവും വേണം, ക്ലോറോഫിലും വേണം. അപ്പം 6CO2 plus 6H2O in the presence of sunlight and chlorophyll, C6H12O6 plus 6O2. Okay, 6CO2 plus 6H2O gives C6H12O6 plus 6O2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് എന്ത് തരം പ്രക്രിയയാണെന്ന് നമ്മൾ പഠിച്ചത്? ഗ്ലൂക്കോസ് നിർമ്മാണം ഏത് പ്രക്രിയയാണ്? ഓർമ്മയില്ലേ പഠിച്ചത്? കാറ്റാബോളിസത്തിന്റെ ടൈപ്പുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? അല്ല, മെറ്റാബോളിസത്തിന്റെ ടൈപ്പുകൾ പഠിച്ചു, അനാബോളിസവും കാറ്റാബോളിസവും. ഇവിടെ നമ്മൾ ഗ്ലൂക്കോസിന്റെ നിർമ്മാണ പ്രക്രിയയാണ് അല്ലെ, ഗ്ലൂക്കോസ് നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഇതെന്താണ്? അനാബോളിസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് അല്ലെ. യെസ്, ക്ലിയർ. അപ്പൊ ഇതാണ് പ്രകാശ സംശ്ലേഷണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ പഠിച്ചത് പ്രകാശ സംശ്ലേഷണമാണ് അല്ലെ. പ്രകാശ സംശ്ലേഷണം തന്നെയാണ്. പ്രകാശ സംശ്ലേഷണത്തിനകത്ത് 2 ഘട്ടങ്ങൾ പഠിച്ചു. ഫസ്റ്റ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് പഠിച്ചു അല്ലെ, ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പഠിച്ചു അല്ലെ, ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടന.
ക്ലോറോപ്ലാസ്റ്റ് എങ്ങനെയായിരുന്നു? ക്ലോറോപ്ലാസ്റ്റിന് 2 സ്ഥലങ്ങളുണ്ട്. ബാഹ്യസ്ഥലമുണ്ട്, ആന്തരസ്ഥലമുണ്ട്. അതിനുള്ളിൽ നാണയങ്ങൾ അടുക്കിപ്പെറുക്കി വെച്ച പോലെ എന്തുണ്ട്? ഗ്രാനയുണ്ട്. അതിന്റെ ദ്രവഭാഗത്തിന് സ്ട്രോമ എന്ന് പറയും. ഒരൊറ്റ ഗ്രാനനെ ആണെങ്കിൽ നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയും അല്ലെ. ആൻഡ് ഗ്രാനകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുള്ളതിനെ സ്ട്രോമ ലാമെല്ല എന്ന് പറയും. ഇനി പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവുമാണ് പ്രകാശ സംശ്ലേഷണത്തിനുള്ളത്. എന്തൊക്കെയാണുള്ളത്? പ്രകാശഘട്ടമുണ്ട്, ഇരുണ്ട ഘട്ടമുണ്ട്. പ്രകാശഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് മാറും. ഓക്സിജൻ പുറന്തള്ളും. അത് ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഹൈഡ്രജൻ എന്ത് ചെയ്യും? സ്ട്രോമയിലേക്ക് കടക്കും, ഇരുണ്ട ഘട്ടത്തിലേക്ക് കടക്കും. ഓക്കെ, ഇനി ഇരുണ്ട ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ പ്രകാശം ആവശ്യമില്ല, സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു. ഈ പ്രകാശഘട്ടത്തിൽ ഫോം ചെയ്തിട്ടുള്ള ATPയും ആരും യൂസ് ചെയ്യും? ഹൈഡ്രജനെയും യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ആഡ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഇതാണ് പ്രകാശ സംശ്ലേഷണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്